നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ആകാശമണ്ഡലത്തിൽ നടക്കാൻ പോകുന്ന അതിനിർണായകമായ ഒരു ഗ്രഹമാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭഗ്രഹവും നമുക്ക് ഭാഗ്യവും വിദ്യയും ഐശ്വര്യവും തരുന്ന ദേവഗുരുവാണ് വ്യാഴം അഥവാ ബൃഹസ്പതി എന്ന് പറയുന്നത്. എന്നാൽ 2026 ഓഗസ്റ്റ് മാസം 13 വരെ ഈ ദേവഗുരു സൂര്യനോട് വളരെ അടുത്തു വന്ന് തന്റെ സ്വാഭാവിക പ്രകാശം മങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ജ്യോതിഷത്തിൽ ഇതിനെ ഗുരു അസ്തമയം അഥവാ ഗുരുമൗഢ്യം എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഗുരു അസ്തമിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ ശുഭ ഊർജത്തിന് ചെറിയ തോതിലൊരു മന്ദതയും സംഭവിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കാലയളവിൽ, അതായത് ഓഗസ്റ്റ് 13 വരെയുള്ള കാലയളവിൽ വിവാഹം, ഗൃഹനിർമ്മാണം, പുതിയ ബിസിനസ് തുടക്കം തുടങ്ങിയ ശുഭകാര്യങ്ങൾ നമ്മൾ താൽക്കാലികമായി ഒഴിവാക്കുന്നത്. എന്നാൽ ഇത് കണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്നതാണ്. ഇതൊരു ആത്മപരിശോധനയുടെ സമയമായിട്ട് കണക്കാക്കാം. ഈ ഗുരു അസ്തമയം 12 രാശിക്കാരെയും അവരിലെ നക്ഷത്രങ്ങളെയും എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ലളിതമായി ഈ അധ്യായത്തിലൂടെ ഒന്ന് മനസ്സിലാക്കാം. വീഡിയോ പൂർണ്ണമായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. എൻ്റെ ജ്യോതിഷ പഠനത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരു ഗ്രഹം അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശക്തി പൂർണ്ണമായി ഇല്ലാതാകുന്നു എന്നതല്ല, മറിച്ച് അതിൻ്റെ ബാഹ്യമായ പ്രകടനങ്ങൾ കുറഞ്ഞ് അത് ആന്തരികമായി കൂടുതൽ ശക്തമാകുന്നു എന്നതാണ് സൂചന. ഈ സമയത്ത് പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനേക്കാൾ മുൻപ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് വിലയിരുത്താൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യാനും പ്രൊഫഷണലുകൾ ബാക്കി കിടക്കുന്ന ജോലികൾ തീർക്കാനും ഈ സമയം ഉപയോഗിക്കണം. ഇനി നമുക്ക് ഓരോ രാശിയുടെയും നക്ഷത്രങ്ങളിലെയും ഫലങ്ങളിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തിക, മേടം രാശിക്കാര് എടുത്തുചാട്ടം ഒഴിവാക്കുക എന്നതാണ്. മേടം രാശിക്കാർക്ക് ഗുരു അസ്തമയ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. പൊതുവെ എടുത്തുചാട്ടമുള്ള പ്രകൃതക്കാരായി വരും മേടം രാശിക്കാർ. എന്നാൽ ഓഗസ്റ്റ് 13 വരെ നിങ്ങൾ പണമിടപാടുകളിൽ കടുത്ത ജാഗ്രത പുലർത്തുന്നത് ഉത്തമമായിരിക്കും. എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് 13 വരെ അതിൽ നിന്ന് ഒഴിവാകുക. അനാവശ്യ തർക്കങ്ങളിൽ നിന്നും വായ്പകൾ എടുക്കുന്നതിൽ നിന്നും പിന്തിരിയണം. ക്ഷമയോടെ പ്ലാൻ ചെയ്താൽ ഈ സമയം കഴിഞ്ഞാലും നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. അടുത്തതായി കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാർക്ക്, ഇടവം രാശിക്കാരുടെ സാമ്പത്തിക ഭദ്രത നിലനിർത്താൻ അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കേണ്ടി വരും എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുടുംബകാര്യങ്ങളിൽ ഒരു ചെറിയ അഭിപ്രായ ഭിന്നത, വ്യത്യാസങ്ങൾ എന്നിവ വരാൻ സാധ്യത കാണുന്നു. അതൊന്ന് ശ്രദ്ധിക്കണം. ജോലിഭാരമൊക്കെ കൂടിയെന്ന് വരാം. ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള ആഗ്രഹം വന്നെന്ന് വരാം. അപ്പോൾ ഓഗസ്റ്റ് പകുതി വരെ ഒന്ന് നിയന്ത്രിക്കുന്നത്, സ്വയം തന്നെ ഒന്ന് കടിഞ്ഞാണിടുന്നത് നന്നായിരിക്കും. അതായത് വരവും ചിലവും കൃത്യമായി പ്ലാൻ ചെയ്യാൻ ഇനിയെങ്കിലും നിങ്ങൾ ശീലിക്കുക. ഇനി നമുക്ക് വായുരാശികളായ മിഥുനം, തുലാം, കുംഭം രാശിക്കാരുടെ കാര്യം നോക്കാം. മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ചേരുന്ന മിഥുനവും, ചിത്തിര, ചോതി, വിശാഖം ചേരുന്ന തുലാവും, അവിട്ടം, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭവുമാണ് ഈ നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ രാശിക്കാരിൽ വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും പഠന കാര്യങ്ങളിലും നിയമപരമായ കാര്യങ്ങളിലുമൊക്കെ അല്പം തടസ്സങ്ങളൊക്കെ നേരിടാൻ സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് തിരുവാതിര, ചോതി, ചതയം നക്ഷത്രക്കാർ ഔദ്യോഗിക രംഗത്ത് ഡോക്യുമെന്റുകളിൽ ഒപ്പിടുമ്പോഴൊക്കെ അതീവ ശ്രദ്ധ പുലർത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. പുണർദം, വിശാഖം നക്ഷത്രക്കാർ പുതിയ കോഴ്സുകൾക്കോ വിദേശ യാത്രയ്ക്കോ ശ്രമിക്കുമ്പോൾ പേപ്പർ വർക്കുകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഈ സമയം കൃത്യമായ പ്ലാനിങ്ങിനായി വിനിയോഗിച്ചാൽ ഗുരുവിന്റെ അസ്തമയം കഴിയുന്നതോടുകൂടി വലിയ നേട്ടങ്ങളായിരിക്കും
നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം മാറ്റങ്ങളായിരിക്കും വന്നു ചേരുന്നത്. അടുത്തതായി പ്രകൃതിയ ജലരാശികളായ കർക്കടകം, വൃശ്ചികം, മീനം രാശിക്കാരുടെ ഫലങ്ങൾ നോക്കിയാൽ പുണർദം, പൂയം, ആയില്യം ചേരുന്ന കർക്കടകവും വിശാഖം, അനിഴം, തൃക്കേട്ട ചേരുന്ന വൃശ്ചികവും പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ചേരുന്ന മീനവും നക്ഷത്രങ്ങളാണ് ഇവിടെ ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് അറിയാമല്ലോ, കർക്കിടകം രാശിയിലാണ്. അതുകൊണ്ട് തന്നെ വ്യാഴം അസ്തമിക്കുമ്പോൾ കർക്കിടകം രാശിക്കാർക്ക്, പ്രത്യേകിച്ച് പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകളോ ഉദര സംബന്ധമായി വയറുമായി ബന്ധിപ്പിച്ച ചില അസ്വസ്ഥതകളോ വരാൻ ശ്രദ്ധിക്കുക. അനിഴം, തൃക്കേട്ട, വൃശ്ചികം രാശിയിൽ നക്ഷത്രക്കാർക്ക് സഹപ്രവർത്തകരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, കർമ്മമേഖലയിൽ ദൈനംദിനം ചെയ്തുകൊണ്ടിരുന്ന കർമ്മമേഖലയിൽ ഒരു മന്ദതയ്ക്കൊക്കെ സാധ്യതയുണ്ട്. മീനം രാശി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും മാനസികമായി സമ്മർദ്ദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രാർത്ഥനകൾക്കായി നിങ്ങൾ സമയം തീർച്ചയായും കണ്ടെത്തുക. ക്ഷമയോടെയും സ്ഥിരതയോടെയും മുന്നോട്ട് പോകേണ്ട കാലമാണെന്നത് മനസ്സിലാക്കുക. അപ്പോൾ പ്രിയമുള്ളവരെ, ഗ്രഹങ്ങൾക്ക് ബലക്കുറവ് വരുമ്പോൾ നമ്മൾ ചില ലളിതമായ ഈശ്വരീയ കാര്യങ്ങൾ ചെയ്യുന്നത് മനസ്സിന് വലിയ വ്യക്തതയും പോസിറ്റീവ് ഊർജവും നൽകും. എന്റെ പഠനപ്രകാരം ഈ ഗുരു അസ്തമയ കാലത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും മികച്ച ചില വഴിപാടുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അതായത് വ്യാഴത്തിന്റെ പ്രീതിക്കായി കടലപ്പരിപ്പുണ്ടല്ലോ, മഞ്ഞപ്പരിപ്പ്, മഞ്ഞ നിറത്തിലുള്ള മഞ്ഞപ്പരിപ്പ്, അതല്ലെങ്കിൽ മഞ്ഞ വസ്ത്രം, മഞ്ഞ പഴങ്ങൾ, ഇതൊക്കെ ആവശ്യമുള്ളവർക്കോ ക്ഷേത്രങ്ങളിലോ ദാനം ചെയ്യുന്നത് ഗ്രഹദോഷങ്ങൾ കുറയ്ക്കുവാൻ സഹായിക്കും. ഇനി നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെയോ ആത്മീയ ഗുരുക്കന്മാരെയോ മാതാപിതാക്കളെയോ സഹായിക്കുകയും അവരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത് ഉത്തമമായി കാണുന്നുണ്ട്. ദിവസവും രാവിലെയും വൈകുന്നേരം നാരായണ മന്ത്രം ജപിക്കുന്നത്, വ്യാഴപ്രീതികരമായ മന്ത്രം ജപിക്കുന്നത് ബുദ്ധിക്ക് തെളിച്ചവും പ്രകാശവും വരുന്നതിനും സഹായിക്കും. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിന്റെ ഉപയോഗം കൂടി പറഞ്ഞു തന്നാൽ, വലിയ കാര്യങ്ങൾ ഒഴിവാക്കിയാലും ദൈനംദിന ജീവിതത്തിൽ ചെറിയ പ്രധാനപ്പെട്ട ജോലികൾക്കായി രാഹുകാലം ഒഴിവാക്കി പകരം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വരുന്ന അഭിജിത്ത് മുഹൂർത്തം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ദോഷഫലങ്ങൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൊതുവായ ജ്യോതിഷ തത്വങ്ങളെയും വൈദിക ഗൈഡുകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓരോരുത്തരുടെയും ജന്മനക്ഷത്രവും വ്യക്തിപരമായ ഗ്രഹനിലയും അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ വരാം. അതിനാൽ ജീവിതത്തിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു സ്വയം തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഉത്തമമായിരിക്കും. അതേപോലെ സ്വയമേവ നമ്മളുടെ തെറ്റുകൾ മനസ്സിലാക്കി ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചുകൊണ്ട് ഒന്ന് റിഫ്രഷ് ആകാനായിട്ട്, അല്ലെങ്കിൽ തെറ്റുകൾ വരാതെ എങ്ങനെ നോക്കാം എന്നത് ഈ ജ്യോതിഷമൊക്കെ ഓരോ ചാനലുകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഉപദേശം തേടാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കൃത്യമായ ജനന വിവരങ്ങൾ കമൻ്റായിട്ട് അയച്ചു തന്നാൽ അതിന് മറുപടി തരാം. അതല്ലെങ്കിൽ അടുത്ത ഗൃഹത്തിനോട് ചേർന്ന് ജ്യോതിഷികൾ ഉണ്ടെങ്കിൽ അവരെ സമീപിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഉപദേശം തേടാവുന്നതുമാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ.